ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയുടെ +1 അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയുടെ ഔദ്യോഗികമായിട്ടുള്ള ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നോക്കിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര മാർക്ക് അക്കൗണ്ടൻസിക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകും. ഓക്കെ, ഞാൻ വേഗത്തിൽ തന്നെ ആൻസർ വായിച്ചു പോകാം. അക്കൗണ്ടിംഗ് വിവരങ്ങളുടെ ഗുണമല്ലാത്തതേത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മെഷറബിലിറ്റി ആണ്. ബാക്കി ഓപ്ഷനുള്ളതൊക്കെ ശരിയായിരുന്നു. ഇതിൽ ശരിയല്ലാത്തത്, അതായത് ഉത്തരമായിട്ട് വരുന്നത് മെഷറബിലിറ്റി ആണ്. 2, അസറ്റ് ഇൻക്രീസസ് ആൻഡ് ലാബിലിറ്റി ഇൻക്രീസസ്, അതായത് കടത്തിന് സാധനം വാങ്ങിയാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു എന്നായിരുന്നു ആ ചോദ്യം. പിന്നീട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ട്രാൻസാക്ഷന് ചുമത്തുന്ന നികുതി ഏത്? അത് ഇൻ്റഗ്രേറ്റഡ് GST ആണ്, IGST ആണ്. 4-മത്തത് സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നത് ക്യാഷ് ബുക്കിലും, അങ്ങനെയാണെങ്കിൽ സാധനം കടത്തിന് വാങ്ങുന്നത് എവിടെ എന്നാണ് ചോദിച്ചത്. പർച്ചേസ് ബുക്കാണ് ആൻസർ. അതാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അടുത്താണ് റീകൺസിലിയേഷൻ എന്നുള്ള സംഗതി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്ക് അക്കൗണ്ടും ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു. 50,000 രൂപയുടെ സാധനം 10,000 രൂപ ആക്രി വിലയ്ക്ക് വിറ്റു. അതിൻ്റെ കാലാവധി 10 വർഷം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറയുന്നത് എന്നായിരുന്നു. ഇവിടെ 7,000 എന്നാണ് ഉത്തരം കിട്ടുക. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് എടുത്ത് എഴുതാൻ ഉള്ള ചോദ്യമാണ്. അപ്പോൾ അത് ഓഫീസ് റെൻ്റാണ്. ബാക്കിയുള്ളത് ഒക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരുന്നു. ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നീട് 8-മത്തെ ചോദ്യം എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് എന്ന് പറയുന്നത് ഏതിന് ഉദാഹരണമാണ് എന്നാണ്. അതൊരു ലാബിലിറ്റി ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നീട് 9-മത്തെ നോക്കുക, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ ഡിപ്രിസിയേഷൻ ഓഫ് ഫർണിച്ചർ. ഇതിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെൻറ്റ് ടു റെൻറ്റ്, ഡിപ്രിസിയേഷൻ ടു ഫർണിച്ചർ, അതാണ് അതിൻ്റെ ഉത്തരം. അത് ശരിയാണെങ്കിൽ അവിടെയും 1 മാർക്ക് കിട്ടും. ഇനി 10-മത്തെ നോക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. നിങ്ങൾക്ക് ചോദ്യത്തിൽ 2 ട്രാൻസാക്ഷൻ തന്നിരുന്നു. ട്രാൻസാക്ഷൻ അല്ല, 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിരുന്നു. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഇൻക്രീസ് ദി ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസ, അത് ഏത് ഹെഡിൽ പെടും എന്നാണ് ചോദ്യം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി പിന്നീടുള്ള ചോദ്യം 10-മത്തതിൽ 2-മത്തെ ചോദ്യം, ആ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസ അതെവിടെ കാണിക്കുമെന്നുള്ളതായിരുന്നു. അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. അടുത്ത 11-മത്തെ ചോദ്യമാണ്. അത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇതിൽ സ്റ്റോക്ക് എന്നുള്ളത് ഡെബിറ്റും ബാക്കിയെല്ലാം ക്രെഡിറ്റുമാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനും കിട്ടും നിങ്ങൾക്ക് 4 മാർക്ക്. ഓരോന്നിനും 1/2 മാർക്ക് വീതം 4 മാർക്ക്. അടുത്തത് 12-മത്തെ ചോദ്യമായിരുന്നു. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഡേ ബുക്കിൽ നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസാണ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്യാഷ്, ബാങ്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, ഇതിലൊന്നും കാണിക്കാത്ത തരത്തിലുള്ള ചില എൻട്രികളുണ്ട് ഡിപ്രിസിയേഷൻ്റെത്. അതാണ് ഇവിടെ ഉദാഹരണം തന്നത്. ബോട്ട് ഗുഡ്സ് അസറ്റ് ഓൺ ക്രെഡിറ്റ്, സോൾഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്, അതുപോലെയുള്ള എൻട്രിയാണ് ഇവിടെ ഉദാഹരണമായിട്ട് എഴുതേണ്ടത്. ആസ് സച്ച് എന്ന് എഴുതിയത് കാണാം. അപ്പോഴും കിട്ടും നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം. ഇനി 13-മത്തെ ട്രാൻസാക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിലുള്ള കോൺസെപ്റ്റ് ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ഒരു ചോദ്യം, ഓക്കെ, കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റാണ്. അതനുസരിച്ച് ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണ്, ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഉത്തരമായിട്ട് കാണാം. റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിനെ കുറിച്ച് ജസ്റ്റ് എന്താണെന്ന് എഴുതണം. അത് നമ്മൾ ആദ്യം തന്നെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന അവിടെ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 1 മാർക്കും. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴാണ് സെയിൽസ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൽ 25 മാർച്ച്
അതായത് നമ്മൾ ആ സേവനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, അന്നാണ് ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്നത്, അന്നാണത് ട്രാൻസാക്ഷനായിട്ട് റെക്കോർഡ് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ ഉത്തരം. ഇനി 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ളതാണ്. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉത്തരം 26,500 എന്ന് കിട്ടും. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് എത്രയാണ്? 3 മാർക്കാണ് ടോട്ടൽ. COGS കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് 2 മാർക്കും, ഗ്രോസ് പ്രോഫിറ്റ് ഉത്തരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് 1 മാർക്കും നിങ്ങൾക്ക് കിട്ടും. അതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3 ജേണൽ എൻട്രി തന്നിട്ട് അതിൻ്റെ നറേഷൻ എഴുതാനാണ്. അത് ഒന്നാമത്തത് ഡ്രോയിങ്സ് ടു ബാങ്ക് അക്കൗണ്ടാണ്. അതിൻ്റെ ജേണൽ എൻട്രിയാണ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ജേണൽ എൻട്രി അല്ല, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്, നറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരുന്നു ചോദ്യം തന്നത്. അതിൻ്റെതാണ് 2, അതായത് ക്യാഷ് വിഡ്രോ ബാങ്കിൽ നിന്ന് ചെയ്തു എന്നുള്ളത്. പിന്നീട് മൂന്നാമത്തത് ഡ്രോയിങ്സ് ടു പർച്ചേസ് എന്നായിരുന്നു ചോദ്യം. അത് ഒരു സാധനം പേഴ്സണൽ യൂസിന് എടുത്തു എന്നുള്ളതാണ്. അതാണ് വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് എന്നിവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ 3 എണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ ഓരോ മാർക്ക് വീതം 3 മാർക്ക്. ഇനി 16ാമത്തെ ചോദ്യം ഒന്നുമില്ല, പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ്. ആൻസർ 22,780 രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ 19,800 കിട്ടും. അപ്പോൾ അതിനും 3 മാർക്കാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും കിട്ടും നിങ്ങൾക്ക് 3 മാർക്ക്. ഇനി 17ാമത്തെ ചോദ്യം ഒന്നുമില്ല, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓവർ ഡ്രാഫ്റ്റാണ്, അൺഫേവറബിൾ ആണ്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അത് ഫേവറബിൾ പൊസിഷനാണ്, നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അത് ഫേവറബിൾ പൊസിഷനാണ്, ബാങ്കിൽ ക്യാഷ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി 18ാമത്തെ ട്രാൻസാക്ഷൻ പ്രൊവിഷനും അതുപോലെ തന്നെ റിസർവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം 18 തന്നിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. രണ്ടും പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അപ്പം പ്രൊവിഷനെ കുറിച്ച് എന്തും കൂടെ എഴുതാൻ പറയുന്നുണ്ട്, ഡിഫറൻസ് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു പ്രൊവിഷൻ ഈസ് എ ചാർജ് അഗെയിൻസ്റ്റ് ഏർണിങ്സ്, പ്രൊവിഷൻ ഫോർ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ലയബിലിറ്റി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനത്തിനാണ് പ്രൊവിഷൻ വെക്കുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അത്. ഇനി പ്രൊവിഷൻ ലാഭം ഉണ്ടെങ്കിൽ മാത്രം അല്ല, അത് എപ്പോഴും വെക്കും. അതായത് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രമല്ല പ്രൊവിഷൻ വെക്കുക, അത് നമ്മൾ നഷ്ടമാണ് ബിസിനസ് എങ്കിലും അത് വെക്കും. അങ്ങനെ 2-3 അവിടെ തന്നിട്ടുണ്ട്. ഇനി റിസർവ് എന്ന് പറയുന്നത് അത് നിയമപരമായിട്ടുള്ളതാണ്, അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാണ്, പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. അതൊരു ലാബിലിറ്റി സൈഡ് കാണിക്കുന്ന ഐറ്റം ആണ്. ഓക്കെ, അത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 മാർക്ക് അവിടെയും കിട്ടും. ഇനി 19ാം തീയതിത്തെ ട്രാൻസാക്ഷനാണ്, ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം ട്രേഡ് ഡിസ്കൗണ്ട്. അതുപോലെ 3 ചോദ്യമുള്ളത് ഡിഡക്ഷൻ ഗിവൺ അറ്റ് ദി ടൈം ഓഫ് സെയിൽ, അത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അതിൽ രണ്ടാമത്തെ ചോദ്യം എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്, അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കും. എക്കണോമിക് റിസോഴ്സസ് ഓൺഡ് ബൈ എ ബിസിനസ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. നമ്മൾ ഭാവിയിലുള്ള ബെനിഫിറ്റിന്, ലാഭത്തിന്, നേട്ടത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ത് വിളിക്കും എന്നാണ് ചോദിക്കുന്നത്. അസറ്റാണ്. ഇനി 20ാമത്തെ സംഗതി അത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഡിപ്രിസിയേഷൻ്റെത് കണക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവസാനം 89,000 എന്ന് ആൻസർ കിട്ടും ടോട്ടൽ. അതിൻ്റെ ബാലൻസ് 23,125 ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ചെയ്യേണ്ട ഒരു കണക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം അത് മേടിക്കുന്നതും ആ ട്രാൻസാക്ഷനൊക്കെ വായിച്ച് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ എത്തുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ എത്തിയിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി 21ാമത്തെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ചോദ്യം റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അത് റീകൺസിലേഷൻ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് പാസ്ബുക്കിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാനാണ് ഇവിടെ കണക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ 3060 എന്ന് നമുക്ക് എത്താൻ പറ്റും. 22ാമത്തെ ട്രാൻസാക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഫൈനൽ അക്കൗണ്ട് അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്യാനുണ്ടാവും. അതുകൂടാതെ ഇവിടെ വേറെ തന്നെ തന്നിട്ടുണ്ട്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യും
അതായത് നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ എത്ര ഉണ്ടാകും എന്നാണ്. 35,500 എന്നാണ് ആൻസർ കിട്ടുക. നമുക്ക് 40,000 പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഈ സംഗതി മൈനസ് പ്ലസ് ചെയ്യുന്നതോടുകൂടി 35,500 എന്ന് ആൻസർ കിട്ടും. അത് പല ആളുകൾക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് 23ാമത്തെ ട്രാൻസാക്ഷൻ. അതെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. പക്കാ തിയറി ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ലോസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാൻ, പിന്നെ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് 23ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാർക്ക് പ്രകാരം 4 മാർക്ക് കിട്ടും. 4 പോയിൻ്റ് എഴുതണം എന്നാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 24ാമത്തെ ചോദ്യം. ഇവിടെ 2 കോൺസെപ്റ്റ്, നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഉള്ള 2 കോൺസെപ്റ്റിനെ കുറിച്ച് എഴുതാനാണ്. ഒന്നാമത്തെ കേസിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്നും പറയും. രണ്ടാമത്തെ ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റാണ്, അതായത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വരുന്നത്. പിന്നീട് അതിൽ ബി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടിനും അങ്ങനെ ഓരോ മാർക്ക് പിന്നീടും 4 മാർക്ക് കിട്ടും. പിന്നെ ജേണലിനെയും ലെഡ്ജറിനെയും കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ ജേണൽ എന്താണ്, ലെഡ്ജർ എന്താണ്, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോഴും കിട്ടും നിങ്ങൾക്ക് 1/2 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 4 മാർക്ക്. ഇതുപോലെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുള്ളൂ. പിന്നീട് പറയാണ് എറർ. അതായത് ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് നമുക്കതിൽ എറർ കണ്ടുപിടിക്കാനും ആ എറർ പ്രകാരം ഒരു കണക്ക് ചെയ്യാനും തന്നിട്ടുണ്ട്. 4 ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് എറർ ഓഫ് കമ്മീഷൻ, രണ്ടാമത്തെ എറർ ഓഫ് പ്രിൻസിപ്പിൾ, 3 എറർ ഓഫ് ഒമിഷൻ, 3 എറർ ഓഫ് കമ്മീഷൻ. 3 അല്ല 4. ആദ്യത്തെ അവസാനത്തെ കമ്മീഷൻ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, മൂന്നാമത്തെ എറർ ഓഫ് ഒമിഷൻ. അതിൻ്റെ ജേണൽ എൻട്രി ഇവിടെ തന്നിരിക്കുന്നു. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ശരിയായി കഴിഞ്ഞാൽ ഓരോന്നിനും 4 മാർക്ക് വീതം, ടോട്ടൽ 6 മാർക്ക് അല്ലേ. എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഇവിടെ ക്യാഷിൽ 22,000 അതുപോലെ ബാങ്കിൽ 24,700 കിട്ടും. അങ്ങനെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 മാർക്ക് അതിന് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതെല്ലാവരും നോക്കുക. എന്നിട്ട് ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയുക. ഓക്കെ, താങ്ക് യു.